ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഫ്രീ ആയിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടും കുറച്ച് ക്യാഷ് നേടുക എന്നുള്ളതാണ്. ഒപ്പം സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്ന ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചും കൂടി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് CoinDCX എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. അവരുടെ പുതിയൊരു മിസ്റ്ററി ബോക്സ് റിവാർഡ് ഇവന്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കുന്നതിനനുസരിച്ചും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും അനുസരിച്ച് നിങ്ങൾക്ക് അപ് ടു 1 lakh വരെയുള്ള റിവാർഡ്സ് കിട്ടാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. സോ എങ്ങനെ നമുക്കതിൽ അക്കൗണ്ട് എടുക്കാമെന്നും എങ്ങനെ അതിനകത്ത് റിവാർഡ്സ് ക്ലെയിം ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനൊട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിനുള്ള ലിങ്കിൽ കയറുക. ദെൻ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. ഇവിടെ CoinDCX എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഫോർ ഫ്രീ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫുൾ നെയിം, ഇമെയിൽ ID, അതേപോലെ പാസ്വേഡും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു പിന്ന് സെറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. ഒരു 6 digit പിന്ന് നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക ഫോർ യുവർ സെക്യൂരിറ്റി. ഓക്കെ, ദെൻ കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡും വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആധാർ കാർഡും വെരിഫൈ ചെയ്യാനായിട്ട് ആധാർ കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെയിലിൽ വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾ കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ വാട്ട് ഈസ് യുവർ ഓക്കുപ്പേഷൻ ആൻഡ് യുവർ ആനുവൽ ഇൻകം, ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അതിനകത്ത് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ KYC കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ KYC കൂടെ കംപ്ലീറ്റ് ചെയ്യുക. ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങളത് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ആഡ് ഫണ്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കോയിൻ നിങ്ങൾ വാങ്ങിക്കേണ്ടത്, ഒരു മിനിമം ഒരു 100 രൂപയുടെയെങ്കിലും കോയിൻ നിങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കോയിൻ വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിവാർഡ് ലഭിക്കുകയുള്ളൂ. സോ നിങ്ങൾ ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ ഏറ്റവും കുറഞ്ഞത് 100 എങ്കിലും കൊടുക്കേണ്ടതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് മിനിമം ഒരു 200 എങ്കിലും ആഡ് ചെയ്യണം. ആ ഒരു 200 രൂപ നിങ്ങൾക്ക് തിരിച്ച് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ഒരു 200 കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ എമൗണ്ട് അടിച്ചതിന് ശേഷം നമ്മൾ സെലക്ട് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവിടെ IMPS UPI നിങ്ങൾക്ക് കാണാവുന്നതാണ്. UPI കൊടുക്കുകയാണെങ്കിൽ മിനിമം ഒരു 500 എങ്കിലും വേണം. ഇവിടെ നമ്മൾ 200 കൊടുക്കുന്നുള്ളൂ. സോ IMPS കൊടുക്കുക. IMPS ആകുമ്പോൾ നമുക്ക് മിനിമം 100 രൂപ തൊട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു 200 rupees നിങ്ങൾ അവിടെ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഒരു കോയിൻ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിനായിട്ട് നമുക്ക് മാർക്കറ്റ് എടുക്കാം. മാർക്കറ്റ് എടുത്തതിന് ശേഷം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോയിൻ സെലക്ട് ചെയ്തിട്ട് ബൈ ചെയ്യുക. ഞാനിവിടെ ബിറ്റ് കോയിൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എമൗണ്ടിൻ്റെ അവിടെ ഇൻ റുപ്പീസിൻ്റെ അവിടെ ഞാൻ 190 കൊടുക്കുന്നത്. കാരണം ഫീസും കൂടെ കണക്കൂട്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ബൈ ചെയ്യുക. ബൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അന്നേരം തന്നെ അത് സെല്ലും ചെയ്തിട്ട് വിഡ്രോ ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ആ ക്യാഷ് വേണം എന്നുണ്ടെങ്കിൽ തിരിച്ച്. ഓക്കെ, ഇനി ബൈ ചെയ്തതിന് ശേഷം നമുക്കവിടെ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ഹോം പേജിൽ. അപ്പോൾ റിവാർഡ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുക്കുക. അപ്പോൾ ഈ റിവാർഡ്സ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം നൗ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അത് കൊടുക്കുക. ക്ലെയിം നൗ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. എനിക്ക് 129 രൂപയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും അവരുടെ ലക്ക് പോലെ ഇരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാവുന്നതാണ്. എത്ര ഫ്രണ്ട്സിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും. അപ്പോൾ ഞാനിത് ഇവിടെ വേറൊരു അക്കൗണ്ടിലേക്ക് റെഫർ ചെയ്തത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, അതിനായിട്ട് ആ ഒരു റിവാർഡ് സെക്ഷനിലേക്ക് പോവുക. റിവാർഡ് സെക്ഷനിൽ പോയതിന് ശേഷം അപ്പോൾ നിങ്ങൾ ആരെയാണോ അവിടെ റെഫർ ചെയ്തത് ആ ആളുടെ റിവാർഡ് ബോക്സ് റെഫർ ചെയ്തതിൻ്റെ ആ ആൾക്ക് റെഫർ ചെയ്തതിൻ്റെ റിവാർഡ് ബോക്സ് അവിടെ ക്ലെയിം ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ക്ലെയിം നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലെയിം നൗ കൊടുത്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പം 2.4 ഡോജ് കോയിൻ കിട്ടിയിട്ടുണ്ട്. അതായത് 94 രൂപ വെർത്തായിട്ടുള്ള ഒരു 2.4 ഡോജ് കോയിൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് അപ് ടു 1 lakh വരെ നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തപ്പോൾ അവൾക്ക് 692 രൂപ വെർത്തായിട്ടുള്ള ഒരു കോയിൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു ലക്ക് പോലെ ഇരിക്കും ഈ ഒരു റിവാർഡ് കിട്ടുന്നത്. ഏറ്റവും കുറഞ്ഞ എനിക്ക് തോന്നുന്നു ഈ 90 രൂപ തൊട്ടാണ്
റിവാർഡ്സ് കിട്ടുന്നതെന്ന് തോന്നുന്നു. 90 താഴെ ഞാൻ ആർക്കും കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. ആൻഡ് വേറൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് കുറച്ച് എറേഴ്സ് ഒക്കെ വരാറുണ്ട്. അതായത് നിങ്ങളിപ്പം നമ്മൾ ആദ്യം ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നമ്മൾ പിന്നെയും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോഴത്തേക്കും പിൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അന്നേരം കൊടുത്തിരുന്ന ആ സെയിം പിന്നെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എറർ കാണിക്കും. ഇത് പിന്നെ തെറ്റാണെന്നുള്ള രീതിയിൽ അവർ കാണിക്കും. ഫോർഗോട്ട് പിന്ന് കൊടുത്തിട്ട് ജസ്റ്റ് കയറിയാൽ മാത്രം മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഒരു 24 മണിക്കൂറത്തേക്ക് നമുക്ക് വിഡ്രോലൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വിഡ്രോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം 24 hours വിഡ്രോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരൊരു തന്ത്രമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞാനത് പറയാൻ കാരണം തന്നെ നമ്മൾ കൊടുത്ത സെയിം പിന്ന് തന്നെ, കറക്റ്റായിട്ടുള്ള പിന്ന് തന്നെ കൊടുത്താൽ പോലും ഇൻവാലിഡ് എന്നാണ് അവർ കാണിക്കുന്നത്. സോ നമ്മൾ പിന്നെ ഇത് ഫോർഗോട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് അതിനകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മാത്രം ഉള്ള ഒരു എററായിട്ട് ഉള്ളത്, ആ ഒരു എറർ ഇതിനകത്തുണ്ട് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള നമ്മളത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വരെ. ബൈ ഗൈസ്.